വളരെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു സുദിനമാണിത്. ആദ്യത്തെ പ്രസംഗം മൂപ്പന്മാരെ പറ്റി പറഞ്ഞത് വളരെ ഗംഭീരമായിരുന്നു, സന്തോഷമായി. രണ്ടാമത്തെ പ്രസംഗം കാൽവരി ക്രൂശിനെ പറ്റി പ്രസംഗിച്ചതും വളരെ ഗംഭീരമായി. ഞാൻ പെട്ടെന്ന്, എനിക്ക് 3.5 മിനിറ്റേ ഉള്ളൂ, അതിൽ തന്നെ നിർത്തും. ഞാൻ എൻ്റെ ചെറിയ സാക്ഷ്യത്തിലൂടെ തന്നെ ആ ഗിദിയോൺസിലേക്ക് കടക്കാം. എനിക്ക് 12 വയസ്സ് പ്രായമുള്ളപ്പോൾ CSI പള്ളിയിൽ ഒരു ക്യാമ്പസ് ക്രൂസേഡിൻ്റെ ഒരു മീറ്റിംഗ് നടക്കുക. അപ്പോൾ ക്യാമ്പസ് ക്രൂസേഡിൻ്റെ മീറ്റിംഗ് നടക്കുമ്പോൾ ആരോ എൻ്റെ ഉള്ളിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക എന്ന് പറയുന്ന ആ ഒരു ശബ്ദം ഞാൻ കേൾക്കുക. ഞാൻ ഓടി സ്റ്റേജിലേക്ക് ഓടി, ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ആരാ ഓടിച്ചത്, എങ്ങനെ പോയി, എങ്ങനെ പറഞ്ഞു വെച്ചാൽ എനിക്കറിയില്ല. എത്ര വർഷം മുമ്പാണെന്ന് ആലോചിക്കണം. ഏതാണ്ട് 58 വർഷം മുമ്പ്. ഇപ്പം എനിക്ക് 70 വയസ്സായി. കേട്ടവരെല്ലാം പറഞ്ഞു, മുന്നിരുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു, ഈ കള്ളുകൂടീൻ്റെ മോൻ എങ്ങനെ രക്ഷിക്കപ്പെടുന്നതെന്ന്. എൻ്റെ കേക്കയാണ് പറയുന്നത്, ഈ കള്ളുകൂടിയും ചോറിൻ്റെ മോൻ എങ്ങനെ രക്ഷിക്കപ്പെടുന്നത് ഞങ്ങൾക്കാർക്കും മനസ്സിലാകുന്നില്ല. അന്നെനിക്ക് 12. അപ്പം ഞാനും ഓർത്തു, കള്ളുകൂടീൻ്റെ മോൻ എങ്ങനെ രക്ഷിക്കപ്പെടുന്നത്. ഞാൻ ഈ പറഞ്ഞ കേട്ട വാക്ക് കേട്ട് വിശ്വസിച്ചു. പക്ഷേ വിളിച്ചവൻ വിശ്വസ്തനാ, അവൻ വഴിയിലിട്ടിട്ട് പോവുകയില്ല. പക്ഷേ ഞാൻ പോയിടത്തെല്ലാം എൻ്റെ യേശു കൂടെ വന്നിരുന്നു, ഞാൻ അറിഞ്ഞില്ല. പക്ഷേ ഞാൻ ചെയ്യുന്ന ചെറുപ്രായത്തിൽ തന്നെ ചെയ്യുന്ന ബിസിനസ്സിലെല്ലാം എനിക്ക് വിജയം തന്നെയാണ്. പെരുമ്പാവൂർ ടൗണിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരിൽ ഒരാളായി 24 വയസ്സിൽ പട്ടിണിയായ കുടുംബത്തിൽ ഞാനാകുക. അംബാസഡർ കാറിൻ്റെ ഓതറൈസ്ഡ് ഡീലർഷിപ്പ് സഞ്ചട്ടി മോട്ടോഴ്സിൻ്റേത്, അതുകൂടാതെ കോത്താരി ഫൈനാൻസ് കോർപ്പറേഷൻ്റെ ജനറൽ മാനേജർ. 25-26 വയസ്സുള്ളപ്പോൾ എല്ലാ പെരുമ്പാവൂട്ടുമുള്ള ഉന്നതന്മാരിൽ ഒരുവനായിട്ട് ഞാൻ മാറുക. അപ്പോൾ യേശുവാണ് എന്നെ കണ്ടെത്തിയെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ എൻ്റെ കഴിവുകൊണ്ടാണ്, സാമർഥ്യം കൊണ്ടാണ് ഇതെല്ലാം നേടുന്നത് ധരിച്ചു. ഞാൻ അവിടെ രാഷ്ട്രീയത്തിലും മുന്നിലായിരുന്നു. ഞാനവിടെ ഇലക്ഷനിൽ നിന്നു. ഇലക്ഷനിൽ നിന്ന് 6 വോട്ടിന് തോറ്റു കഴിഞ്ഞപ്പോൾ വളരെ വിഷമായി. അപ്പോൾ ഞാൻ LICയിൽ ഒരു ഓഫീസർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതെനിക്ക് കിട്ടി. വണ്ടിപ്പെരിയാർ ഞാൻ ഓഫീസറായിട്ട് ജോയിൻ ചെയ്തു. വണ്ടിപ്പെരിയാർ ഞാൻ കട്ട് ചെയ്യാണ് പെട്ടെന്ന്, ഗിദിയോൺസിലേക്ക് വരാൻ വേണ്ടിയാണ് ഈ പോകുന്നത്. ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു തങ്കച്ചൻ പാസ്റ്റർ എന്നോട് പറഞ്ഞു, താങ്കൾ യേശുവിനെ രക്ഷിതാവെ സ്വീകരിക്കണം. ഞാൻ പിന്നെ യേശുവിനെ രക്ഷിതാവെ സ്വീകരിക്കുന്നതിനാ? ഞാൻ യേശുവിനെ രക്ഷിതാവെ സ്വീകരിച്ച ആളല്ല, ഇനി എന്ത് രക്ഷിതാവെ സ്വീകരിക്കാനാ? ഞാൻ യാക്കോബക്കാരനാണ്. ഞാൻ ഈ തങ്കച്ചൻ പാസ്റ്ററെ കളിയാക്കിയെങ്കിലും ഞാനൊരു സുപ്രഭാതം യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ എൻ്റെ ആത്മാവ് ഞാൻ സ്വീകരിച്ചു. ഞാൻ അവിടെ പുഴയെ പോയി സ്നാനം എടുത്തു, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അന്ന് എനിക്ക് ആത്മീയ ഭ്രാന്തായിരുന്നു. അന്ന് ഞാൻ ഗിദിയോൺസിൻ്റെ ഒരു മെമ്പർഷിപ്പ് എടുത്തു. ഗിദിയോൺസിൻ്റെ ഒരു മെമ്പർഷിപ്പ് എടുത്തിട്ട് അവിടെ ഞാൻ ഗിദിയോൺസിൻ്റെ ക്യാമ്പിൽ പോയപ്പോൾ അവിടെ ഏതാണ്ട് 1.5 ലക്ഷം ബൈബിള് ചതിൽ പിടിച്ച് കൂടി കിടക്കുക, തമിഴും ഇംഗ്ലീഷും മലയാളവും എല്ലാം. ഞാൻ പറഞ്ഞു, ഞാനിത് കൊണ്ടു കൊടുക്കാം. ഞാൻ ഈ ബൈബിളുമായിട്ട് ഓടാൻ തുടങ്ങി. ഓരോ ലൈൻസിലും എല്ലാം കൊടുത്ത് ഇങ്ങനെ പോയി. കമ്പത്തും തേനിയും കൂടല്ലൂരും മധുരയും എല്ലായിടത്തും നടന്ന് ഈ ബൈബിളെല്ലാം കൊടുത്ത് തീർത്തു. അങ്ങനെ വാളാടി എന്ന് പറയുന്ന എസ്റ്റേറ്റിൽ ഒരു ലൈൻസിൽ ഇങ്ങനെ, ഇത് സൈലൻറ്റ് മിനിസ്ട്രിയാണ്. സ്വയം സംസാരിക്കുന്ന ഒരു പുസ്തകമെന്ന് പറഞ്ഞാൽ അത് ബൈബിൾ മാത്രമാണ്. മറ്റൊരു പുസ്തകത്തെ, ഞാൻ സ്വയം സംസാരിക്കുന്ന പുസ്തകത്തെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാനിങ്ങനെ ഒരു ലൈൻസിൽ കയറി വരുമ്പോൾ ഒരു ലൈൻസിൻ്റെ ബാക്ക് സൈഡിൽ പുഴു അഴിച്ചൊരു മനുഷ്യൻ കിടപ്പുണ്ട്. ഭാര്യയ്ക്ക് വേണ്ട, മക്കൾക്ക് വേണ്ട, അപ്പന് വേണ്ട, അമ്മയ്ക്കും വേണ്ട. അയാളുടെ പേര് രാജേന്ദ്രനാണ്, ഹിന്ദുവാണ്. ഞാൻ അയാൾക്ക് ഈ ഗിദിയോൺ ബൈബിൾ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഒരു പക്ഷേ നീ രക്ഷപ്പെട്ടേക്കും, വായിച്ചോ, ഇതപ്പം യേശുക്രിസ്തുവിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് പോയി. അത് കഴിഞ്ഞ് നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു സുപ്രഭാതത്തിൽ എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഇയാൾ നിൽക്കുകയാണ്. ഈ രാജേന്ദ്രൻ എല്ലും തോലുമായിട്ടൊരാൾ നിൽക്കുകയാണ്. ഈ രാജേന്ദ്രനോട് ചിന്തി, താനെന്തിനോട് വന്നേ? സാറന്ന് എനിക്കൊരു ബൈബിള് തന്നിരുന്നു. ഞാൻ രാജേന്ദ്രനാണ്, ഇങ്ങനെ ഞാൻ ചാവാൻ കിടന്നാ, ഞാനിപ്പം കമ്പത്തോടെ പോകുമ്പോൾ ഒരു സായിപ്പനെ ഒന്ന് കെട്ടിപ്പിടിച്ചു, നിന്നെയാണ് ഞാൻ അന്വേഷിച്ച് നടന്നേ. നീ പറഞ്ഞ കൈകളുടെ അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം കൊടുത്ത് നീ അമേരിക്കയ്ക്ക് വരണം, വിസയും ടിക്കറ്റും എല്ലാം ഞാൻ തന്നേക്കാം.
അപ്പം പുള്ളി പറഞ്ഞു, സാറേ എല്ലാം പാസ്പോർട്ടൊക്കെ എടുത്തു, പക്ഷേ 7 ലക്ഷം രൂപ വേണം, അത് സാറ് തരണം. പരിശുദ്ധാത്മാവ് അപ്പം തന്നെ എന്നോട് പറഞ്ഞു അയാൾക്ക് 7 ലക്ഷം രൂപ കൊടുക്കാൻ. എനിക്ക് അന്ന് അവിടെ ഞാൻ ചെല്ലിടത്തൊക്കെ ഒന്നാമനാണ്. അവിടെ ഞാൻ വണ്ടിപ്പെരിയാർ LIC ഡെവലപ്മെൻറ്റ് ഓഫീസറായിട്ട് ഇന്ത്യയിലെ ഒന്നാമനാണ്. പ്രതിമാസം 3.5 ലക്ഷം സാലറി സെൻട്രൽ ഗവൺമെൻറ് എനിക്ക് അവിടെ കിട്ടും, അന്നത്തെ കാലത്ത് കിട്ടുന്നുണ്ട്. അതിൽ 1 ലക്ഷം ടാക്സ് പേ ഒരാൾക്ക് 2.5 ലക്ഷം ഉണ്ട്. പൈസയ്ക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. കിട്ടുന്ന പൈസ മുഴുവൻ സുവിശേഷ വിലയ്ക്ക് കൊടുക്കും, കൺവെൻഷൻ കൊടുക്കും. ഇതായിരുന്നു എൻ്റെ പരിപാടി. ഞാൻ പുള്ളി അപ്പം തന്നെ പുള്ളിയുടെ അക്കൗണ്ടിലേക്ക് 7 ലക്ഷം രൂപ ഇട്ട് കൊടുത്തു. പുള്ളി അമേരിക്ക പോയി വരും പോവും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. ഒരു മുട്ടായി പോലും എനിക്ക് കൊണ്ട് തന്നിട്ടില്ല കേട്ടോ. പുള്ളി കാണുമ്പോഴൊക്കെ പറയുമ്പോൾ സാർ 50 രൂപ പറഞ്ഞാൽ ചോദിച്ച് മേടിച്ചുകൊണ്ട് പോകും. പുള്ളി 450 സഭ സ്ഥാപിച്ചു. വാളാടിയിലും കമ്പത്തും തേനിയിലും വണ്ടിപ്പെരിയാറിലും ഒക്കെ ആയിട്ട് പുള്ളി 450 സഭ സ്ഥാപിച്ചു. അപ്പം അതിനുശേഷം ഈ ബൈബിളിൻ്റെ ശക്തി എന്താണെന്ന് ഞാൻ രുചിച്ചറിഞ്ഞ അന്നല്ല, നേരത്തെ എനിക്കറിയാം. എങ്കിൽ നിങ്ങളിൽ ഗിദിയോൻസ് മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഇത് കൈപോക്കി കളിച്ചാൽ സന്തോഷമായിരിക്കും. ഗിദിയോൻ മെമ്പറായിട്ടുള്ള ആരെങ്കിലും ഉണ്ട് ഇവിടെ? ഒരാളുണ്ട്, വേറെ ആരുമില്ല. 2-3 ആൾ. ഗിദിയോൻസ് മെമ്പർഷിപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഗിദിയോൻസ് മെമ്പർഷിപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ ആനുവൽ മെമ്പർഷിപ്പിന് 1300 രൂപയും ലൈഫ് മെമ്പർഷിപ്പിന് 20,000 രൂപയാണ്. ലൈഫ് മെമ്പർഷിപ്പ് എടുത്താലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ പേരിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നിങ്ങളുടെ പേരിൽ തന്നെ ബൈബിള് നിങ്ങൾ ജീവിച്ചിരുന്നില്ലെങ്കിലും അത് കൊടുത്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഈ ലോകം വിട്ടുപോയാലും ഗിദിയോൻസിൻ്റെ ലൈഫ് മെമ്പർഷിപ്പ് എടുക്കുന്ന ആളുടെ മെമ്പർഷിപ്പ് പോകുന്നില്ല. അപ്പം ഇതിൽ മെമ്പർഷിപ്പ് എടുക്കാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈഫ് മെമ്പർഷിപ്പോ ആനുവൽ മെമ്പർഷിപ്പോ എടുത്ത് ഇതിൽ സഹകരിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും സൃഷ്ടിക്കുന്ന രാജേന്ദ്രനെ പോലെയുള്ള ഓരോ സാറ് പറഞ്ഞ മൂപ്പന്മാരെയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ മൂപ്പന്മാരായി കഴിഞ്ഞാൽ അവരുടെ പ്രത്യേകത എന്താണെന്ന് ദേവദാസൻ പറഞ്ഞു. അവരുടെ പ്രത്യേകത എന്താണ്? അവർ മറ്റുള്ളവർക്ക് മാതൃകയുള്ളവരും അവർ ശ്രേഷ്ഠന്മാരുമായിരിക്കും. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ രോഗികൾ സൗഖ്യമാകും, ഭൂതങ്ങൾ വിട്ടുപോകും. അതാണ് യഹോഭക്തൻ്റെ പ്രത്യേകത എന്ന് തിരുവചനത്തിലൂടെ കർത്താവിൻ്റെ ദാസൻ ഇച്ചിരി മുമ്പ് പ്രസംഗിച്ചു. എനിക്ക് എൻ്റെ ഹൃദയസ്പർശിയായ ഒരു പ്രസംഗമായിരുന്നു. ഇങ്ങനെ പ്രസംഗിക്കുന്ന ആളുകളാണ് എല്ലാവരും മൂപ്പന്മാരാണ്. എല്ലാവരും മൂപ്പന്മാരായ എന്നാ ഗുണമെന്താ? ആ സഭയിൽ ദാരിദ്ര്യമില്ല. ആ സഭയിൽ ഒരു വീട്ടിൽ പോലും ഭക്ഷണം ഇല്ലാതിരിക്കില്ല. ആ സഭയിൽ ഒരു കുട്ടിക്ക് പോലും ഫീസ് കൊടുക്കാൻ മുടക്കമുണ്ടായിരിക്കില്ല. കാരണം സഹായിക്കാൻ സഹോദരനുണ്ട്. കാരണം എല്ലാവരും മൂപ്പന്മാരാണ്. ആ ദേവദാസൻ്റെ പ്രസംഗം എനിക്ക് വളരെ ഹൃദയസ്പർശിയായിരുന്നു. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് ഗിദിയോൻസിന് മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൈവക്കാം. ഫാസ്റ്റർമാർക്ക് കൊടുക്കില്ല. ഗിദിയോൻസ് മെമ്പർഷിപ്പ് ഫാസ്റ്റർമാർക്ക് കൊടുക്കില്ല, ബിലീവേഴ്സിന് മാത്രമേ കൊടുക്കുകയുള്ളൂ. പാസ്റ്റർമാരെ ഞങ്ങൾ ബഹുമാനിക്കും, അവരെ ഞങ്ങൾ ആദരിക്കും. പക്ഷേ പാസ്റ്റേഴ്സിന് ഗിദിയോൻസ് മെമ്പർഷിപ്പ് കിട്ടില്ല. ബിലീവേഴ്സിന് മാത്രമേ മെമ്പർഷിപ്പ് കിട്ടുള്ളൂ. ബിലീവേഴ്സിന് കണ്ടീഷനുണ്ട്. മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ അവർ സാമ്പത്തിക ഭദ്രതയുള്ളവരായിരിക്കണം, പ്രൊഫഷണൽസ് ആയിരിക്കണം, നല്ല റിച്ച് ആയിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഗിദിയോൻസ് മെമ്പർഷിപ്പ് കിട്ടൂ. റിച്ച് എന്ന് പറഞ്ഞാൽ മാന്യം. ഒരു ഗിദിയോൻസ് എപ്പോഴും കൊടുക്കുന്നതാണ്. ഇതിൻ്റെ തൂമ്പ പോലെ വാങ്ങൽ മാത്രമേ ഉള്ളൂ. അവിടെ തിരിച്ചു കൊടുക്കുക. കാരണം ബൈബിൾ അടിച്ച് കൊടുക്കല പരിപാടി. അവൻ്റെ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പാസ്റ്ററുടെ ഈ പേര് കൊടുക്കുക. അതിൻ്റെ പൈസ പാസ്റ്ററെ ഏൽപ്പിച്ചാൽ മതി. പാസ്റ്ററിൽ നിന്ന് ഞങ്ങളുടെ ആളുകൾ വന്ന് കളക്ട് ചെയ്യും. ഇവിടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇതിൻ്റെ മെമ്പർഷിപ്പ് എടുക്കാം. ഒന്നുകൂടെ ചോദിക്കുകയാണ്, മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ഒരു വലിയ കർത്താവിൻ്റെ വേലയായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, അനേക രാജേന്ദ്രന്മാരെ സൃഷ്ടിപ്പാൻ നിങ്ങൾക്ക് ഓരോ വ്യക്തികൾക്ക് കഴിയും. അത് ഇപ്പോഴൊന്നും പൈസ തരണ്ട, പാസ്റ്ററെ ഏൽപ്പിച്ചാൽ മതി. താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൈവയ്ക്കാം. വിശ്വാസികൾ ഉണ്ടെങ്കിൽ കൈവക്കാം. ഒരാളുണ്ട്, ദൈവസഹോദരനെ അരികരുടെ പാസ്റ്ററെ കണ്ടാൽ മതി. സ്നേഹത്തോടെ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇത് 1899 3 സഹോദരന്മാർ കൂടി ചേർന്ന് സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമാണത്. 1961 ഇന്ത്യയിൽ വന്നത്. നമുക്ക് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ അവസരം തന്ന, സമയം തന്ന കർത്താവിൻ്റെ ദാസന് 1000 നന്ദി.